ശ്രീ ലത്തീഫ് പറമ്പിൽ ഇവിടെ അദ്ദേഹത്തിൻ്റെ കഥകളും സിനിമകളുമൊക്കെയാണ് നമ്മളിപ്പോൾ ചർച്ചയിലേക്ക് വന്നിട്ടുള്ളത്. അതിൽ ഏറ്റവും കൂടുതൽ ചർച്ചയിൽ മുന്തി നിൽക്കുന്ന ഒരു കാര്യമാണ് അദ്ദേഹത്തിൻ്റെ രണ്ടാം ഊഴം. അത് ശ്രീ കൃഷ്ണപ്രസാദ് പറയുകയും ചെയ്തു. ആ നോവൽ അത് സിനിമയായി കാണണമെന്നുള്ള അഗാധമായ ആഗ്രഹം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഒരു ഘട്ടത്തിൽ ഒരു സംവിധായകൻ വന്ന് അത് വാങ്ങിക്കൊണ്ട് പോവുകയും സിനിമയാക്കാൻ ഒരു ശ്രമം നടത്തുകയും ചെയ്തു. പക്ഷേ അത് നിയമപരമായ വലിയ കേസൊക്കെ കൊടുത്തിട്ടാണ് അവസാനം ആ എഗ്രിമെൻ്റ് അദ്ദേഹം ഇല്ലാതാക്കുന്നത്. അപ്പോൾ ആ MD രണ്ടാം ഊഴം സിനിമയാക്കാൻ വേണ്ടിയിട്ട് നടത്തിയ ശ്രമങ്ങൾ, അതിൻ്റെ പരാജയങ്ങൾ, അതിൽ അദ്ദേഹം ബാക്കി വച്ച ആഗ്രഹങ്ങൾ, അത് ഒന്ന് പങ്കുവെക്കാൻ ഇപ്പോൾ കഴിയുന്നുണ്ടോ ശ്രീ ലത്തീഫ്? അത് MTയുടെ വലിയ ഒരാഗ്രഹമായിരുന്നു മോഹൻലാലിനെ വെച്ചിട്ട് ആ പടം ചെയ്യണം എന്നുള്ളത്. അത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും മഹത്തായ സിനിമ ആകുമായിരുന്നു. പക്ഷെ എന്തോ അത് ആ തരത്തിലാണ് കേസും കൂട്ടുമായി അങ്ങനെ പോയി. ഏതായാലും അതിൽ വളരെ മാന്യമായിട്ട് തന്നെയാണ് MT അതിൽ ഇടപെട്ടത്. അദ്ദേഹം ആ വാങ്ങിച്ച കാശ് 1 കോടി രൂപ തിരിച്ചു കൊടുത്തു. അങ്ങനെ സെറ്റിൽമെൻ്റ് ആവുകയാണ് ചെയ്തത്. പിന്നീട് അദ്ദേഹം അതിനെക്കുറിച്ച് അങ്ങനെ ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നു അത് സിനിമയായി കാണണമെന്ന്. പിന്നീട് അദ്ദേഹത്തിൻ്റെ ഈ അസുഖവും അതുപോലെ ശാരീരികമായുള്ള അവശതകളും ഒക്കെ കൊണ്ട് അതിനെക്കുറിച്ച് പിന്നെ അധികം അദ്ദേഹം ആലോചിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും ഞങ്ങളുടെ സംഭാഷണങ്ങളിലൊന്നും അത്തരം കാര്യങ്ങളൊന്നും കടന്നു വന്നിട്ടുമില്ല.